ഒരുപാട് സൽക്രമങ്ങൾ ചെയ്യാനുള്ള ഒരു കാരണമായി പരിശുദ്ധമായ റമദാനിനെ നാം സ്വീകരിക്കുമ്പോൾ നമ്മുടെ റമദാൻ മഖ്ബൂലാവും, യാതൊരു സംശയവുമില്ല. അതേസമയത്ത് ഒരു മാമൂലായ ഏർപ്പാടായ ആ ഒരു കാലഘട്ടത്തിന്റെ ആ യാത്രയിൽ നാം ഒന്ന് പങ്കാളികളായി റമദാൻ വന്നു, കുറെ ബത്തക്ക തിന്നു, കുറെ ഫ്രൂട്ട്സുകൾ തിന്നു, കുറെ ഭക്ഷണം കഴിച്ചു. ആ കാലഘട്ടം കഴിഞ്ഞു. പിന്നെ അടുത്ത ശവ്വാൽ മാസപ്പിറവി വന്നാൽ പഴയതുപോലെ തന്നെ തിരിച്ചുപോയി. നമ്മുടെ നോമ്പ് അല്ലാഹു തആല സ്വീകരിച്ചിട്ടില്ലെന്നതിന്റെ ലക്ഷണമാണ്. ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിച്ചതായി കാണാം, ഒരു അമല് അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ അമല് ചെയ്യുന്നതിന് മുമ്പുള്ള ദീനിയായ അവസ്ഥയിൽ നിന്ന് അമലിന് ശേഷം മാറ്റമുണ്ടായാൽ, റമദാനിന്റെ മുമ്പ് ജമാഅത്തിൽ പങ്കെടുക്കുന്ന സ്വഭാവമില്ല, വല്ലപ്പോഴെങ്കിലും യാദൃശികമായി സംഭവിച്ചാലായി എന്നല്ലാതെ കൃത്യമായ ജമാഅത്തിൽ പങ്കെടുക്കുന്ന സ്വഭാവമില്ല. നമുക്കറിയാം, കൃത്യമായ ജമാഅത്തിൽ പങ്കെടുക്കുന്ന ആളുകൾ വീട്ടിൽ നിന്ന് വുളു ചെയ്ത് ആ വുളുവോടുകൂടെ പള്ളിയിലേക്ക് തിരിച്ചു വരണം എന്നാണ്. യഥാർത്ഥത്തിൽ പള്ളിയിൽ നിന്നല്ല വുളു ചെയ്യേണ്ടത്, മറിച്ച് വീട്ടിൽ നിന്ന് വുളു ഉണ്ടാക്കി ആ വുളുവോടുകൂടെ പള്ളിയിലേക്ക് നടന്നു വരിക. ഓരോ അടിക്കും 10 ഹസനത്ത് പ്രതിഫലമാണ്. നമ്മളൊക്കെ നോക്കേണ്ടത് നമ്മുടെ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് എത്ര അടിയുണ്ട് എന്നൊന്ന് നമ്മൾ പരീക്ഷിക്കണം, ഒന്ന് എണ്ണി നോക്കണം. 250 അടിയോ അല്ലെങ്കിൽ 300 അടിയോ 500 അടിയോ ഒക്കെ ആയേക്കാം. അങ്ങനെ 500 അടിയാണ് പള്ളിയിലേക്ക് ദൂരമെങ്കിൽ 500 × 10 എത്രയായി? 5000 പ്രതിഫലം ആ ഒരൊറ്റ നടത്തത്തിന് തന്നെ ഹസനാത്തുകൾ നമ്മുടെ പട്ടികയിൽ വന്നു. അങ്ങനെ നടന്നു പോകുന്നവനായി, കൃത്യമായി ജമാഅത്തിൽ പങ്കെടുക്കാൻ നടന്നു പോകുന്നവനായി കണ്ടാൽ അവന് സ്വർഗമുണ്ടെന്ന് ഞാൻ സാക്ഷിയാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. പരിശുദ്ധ റമദാനിൽ ചില ആളുകളൊക്കെ അത് പരിഗണിക്കാറുണ്ട്, കണക്കിലെടുക്കാറുണ്ട്. റമദാൻ കഴിഞ്ഞാൽ ശവ്വാൽ മാസത്തിൽ പള്ളിയിൽ പഴയ അവസ്ഥ തന്നെ, യാതൊരു മാറ്റമില്ല. എന്നാൽ ആ ശവ്വാൽ മാസത്തിൽ അവന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല എങ്കിൽ അവന്റെ റമദാൻ അല്ലാഹു ഖബൂൽ ചെയ്തിട്ടില്ലെന്നതിന്റെ ലക്ഷണമാണ്. റമദാനോടുകൂടെ പള്ളി സജീവമായി, റമദാൻ കഴിഞ്ഞാൽ പള്ളി നിർജീവമായി. ഈ ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. നമ്മുടെ ജീവിതം മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. 40 വയസ്സായവർ, 60 വയസ്സായവർ, 70 വയസ്സായവർ, ഇത്രയും കാലം മരണത്തിലേക്ക് നാം അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ 60 വയസ്സായെങ്കിൽ 60 വർഷം മരണത്തിലേക്ക് അടുത്തു. 55 വയസ്സായെങ്കിൽ 55 വർഷം ഞാൻ മരണത്തിലേക്ക് അടുത്തു. ഇനി എന്റെ ജീവിതത്തിന് മാറ്റമുണ്ടാവണമെന്ന് ശക്തമായ നിയ്യത്ത് ചെയ്ത് അതിനുള്ള പ്രവർത്തനങ്ങൾക്കുള്ള ഒരു നല്ല സുവർണ അവസരമാണ് പരിശുദ്ധ റമദാൻ.